അങ്ങനെ ആദർശ് നയനയെ കൂട്ടാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നയന ദോശയും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്ക് ആദർശേട്ടൻ തന്നെ കൊടുക്കുമ്പോഴേക്കും മതി നയന എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയനത്തിന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു റൊമാൻറ്റിക് നോട്ടൊക്കെ നോക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ചമ്മന്തി ഇച്ചിരി കഴിക്കാമെന്നും പറഞ്ഞിട്ട് ആദർശ് ചമ്മന്തി വെച്ചിട്ട് മനസ്സിലെടുക്കുകയാണ്. ഹോ, എത്ര സമാധാനമായി, എത്ര ദിവസമായി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ടേസ്റ്റാണ് ഇതിനെന്നൊക്കെ ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ആദർശ് നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവൾക്ക് വല്ല ആലോചന നോക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദി വിഷമത്തോടെ ഗോവിന്ദനെ നോക്കുന്നുണ്ട്. ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇപ്പൊ നോക്കുന്നില്ല മോനെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു ജോലിയൊക്കെ ആവട്ടെ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാ, വിവാഹം എന്നൊക്കെ പറഞ്ഞത് ഒരു നിമിത്തമല്ലേ, അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കുന്നല്ലേ, നമ്മളെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയതുപോലെ എന്നൊക്കെ പറയുമ്പോഴേക്കും നയനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ആദർശിനെ നോക്കുന്നുണ്ട്. ആദർശ് ഇപ്പൊ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ എനിക്ക് മതിയായി, നിങ്ങൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും നന്ദു എഴുന്നേക്കുന്നുണ്ട്. എന്താ നന്ദു കഴിച്ചു കഴിഞ്ഞു ചോദിക്കുമ്പോൾ മതി ഏട്ടാന്ന് പറഞ്ഞിട്ട് നന്ദു എഴുന്നേറ്റ് പോവുകയാണ്. ആഹാ, എന്നോട് പിടിച്ചിരുത്തിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോവാണെന്ന് ചോദിക്കുകയാണ്. എന്നാ ദോഷങ്ങളുണ്ട്, ഞാൻ കഴിച്ചേക്കാം, നമ്മൾ പോയ പിന്നെ ഇതൊന്നും വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് പറയുകയാണ് ആദർശ്. അങ്ങനെ നയന ഒരു ദോഷം കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ ശരിക്കും മനസ്സറിഞ്ഞ് വിളിക്കാൻ തന്നെ വന്നാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ നിന്നെ വിളിക്കാനൊന്നും വന്നല്ല, മുത്തശ്ശിയും പറഞ്ഞു നിന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ, അവർക്ക് നീലത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് കാറിൽ പോവാണ്. ഈ സമയത്ത് നയനയുടെ ചിരി കണ്ടിട്ട് ആദർശ് ചോദിക്കാണ്, നിനക്കെന്താ ഒരു ചിരി പോലെ, ഓഹോ ഞാൻ അങ്ങനെ തോറ്റുപോയി, നിന്നെ വിളിക്കാൻ വന്ന് ഓർത്തായിരിക്കല്ലെന്ന് പറയുമ്പം ഇവിടെ എന്താ ആദർശിട്ട തോൽവിയും ജയവൊക്കെ ഉള്ളത്, നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, അതിനൊക്കെ എന്ന് തോൽവിയും ജയൊക്കെ വരാനാ, അല്ല നിന്റെ ചിരി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാണ്, ഞാൻ അതൊന്നും ഓർത്ത് ചിരിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് താല്പര്യമായിട്ടൊന്നല്ല, മുത്തശ്ശിയും പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ് നയന. അല്ല, നിന്റെ ചിരിയിൽ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്നുണ്ട്. നിനക്ക് മുല്ലപ്പൂ വേണോ? ഞാൻ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, മുല്ലപ്പൂ വെച്ചുകൊണ്ട് പോയാല് മുത്തശ്ശിക്ക് സന്തോഷം, അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അതിന്റെ ആവശ്യമില്ല ആദർശിട്ടാ, ആദർശം ഇഷ്ടത്തോടെ മേടിച്ചാൽ മതി, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാനില്ലാതെ 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അടിപൊളിയല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ദേവയാനി ചായയുമായിട്ട് മുത്തശ്ശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇത് മുത്തശ്ശിന് കൊടുക്കുകയാണ്. അല്ല, ആദർശ് എവിടെ പോയി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഇനി അവനെങ്ങാനും പോയി അവളെ കൂട്ടിക്കൊണ്ടെങ്ങാനും വരുമോ എന്നിങ്ങനെ ദേവേനി മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലാലോചിക്കുകയാണ്, ശോ വന്നാ മതിയായിരുന്നു എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാറിടുന്ന സൗണ്ട് കേട്ട് എല്ലാവരും നോക്കുമ്പോൾ ആദർശ് നയനെ ഇങ്ങനെ കയറി വരുന്നത് കാണുവാണ്. നയനെ കാണുമ്പോഴേക്കും ദേവേനിക്ക് ഭയങ്കര സന്തോഷമാവാണ്. പെട്ടെന്ന് അവൾ ചിരിച്ചിട്ട് സമാധാനം ഈശ്വര, അവൾ ഞെത്തിയല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയോ ദേ മോള് വന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചാടി എഴുന്നേക്കാണ്. നയനെ വന്ന പാടെ മുത്തശ്ശിയുടെ കാലത്തിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് കനകവും ഓടി ഇറങ്ങി വരികയാണ് മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയൻ ചോദിക്കാണ്, അല്ല മുത്തശ്ശിയും പറഞ്ഞോ എന്നെ കാണാതിരിക്കാൻ വയ്യ, ആദർശനോട് വിളിച്ചോണ്ട് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കൂടി ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞോടാന്ന് ചോദിക്കാണ്. അല്ല, മുത്തശ്ശിനെ വിഷമം കണ്ടപ്പോ ഞാൻ വിളിക്കാൻ പോയെന്ന് പറയുമ്പം എന്റെ പൊന്നു മോളെ ഇവൻ ചുമ്മാ പറയുന്നതാ, ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല നിന്നെ വിളിച്ചോണ്ട് വരാൻ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ 2 ദിവസം നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാ, അവന് നിന്നെ ഇപ്പൊ വിളിച്ചോണ്ട് വരാതെ അവനൊരു സ്വസ്ഥതയില്ല, അതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് അവൻ വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയനയ്ക്ക് കാര്യം മനസ്സിലായി. നയന അവനെ നോക്കി ചിരിക്കുമ്പം, അയ്യോ അതല്ല, ഇവിടെ മുത്തശ്ശിയുടെ മരുന്നിന്റെ കാര്യത്തിലേക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എന്തായാലും സമാധാനമായി മോളെ, ഇനി ഞങ്ങൾ രുചിയായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ, ഒരു 2-3 ദിവസമായിട്ട് ഞങ്ങൾ കിടന്ന് അനുഭവിക്കുമായിരുന്നു രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ദേവയാനിനെ. ദേവയാനി മനസ്സിൽ കരുതുകയാണ്, എന്തായാലും കുഴപ്പമില്ല, അവളെ ഭർത്താവിന്റെ വായിൽ നിന്നും അമ്മായപ്പന്റെ വായിൽ നിന്നും ഒക്കെ കുറച്ച് കുത്തുവാക്ക് കേട്ടാലും അവളിങ്ങി വന്നല്ലോ, ഇനി അടുക്കള കയറണ്ടല്ലോ, സമാധാനം എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, എന്താ ദേവയാനി നീ ആലോചിച്ചു നിൽക്കും ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാന്ന് പറയുന്നുണ്ട്. കാര്യം മനസ്സിലായി, ഇനിയിപ്പോ അടുക്കളയിൽ കയറണ്ടല്ലോ എന്നായിരിക്കും നീ കരുതുന്നത്. എന്തായാലും ബാക്കി ജോലിയൊക്കെ ചെയ്താൽ മതി, അടുക്കളയിൽ നീ കയറണ്ട, അത് തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ളവർക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആക്കിയിട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് കനക നയനെ വിളിച്ചോണ്ട് പോയിട്ട്, മോളെ എന്തിനു വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് വിശേഷം അമ്മേ, നന്ദുവോടെ എപ്പോഴും മൂഡ് ഓഫാ, അതേ ഉള്ളു വിശേഷം എന്ന് പറയുന്നുണ്ട്. അവളുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം, പിന്നെ മോള്
പോയത് ഇവിടെ സങ്കടാന്നൊക്കെ സങ്കടമില്ലെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ വെറുതെയാ. നിന്റെ അമ്മായിമ്മയൊക്കെയാണുണ്ടല്ലോ നക്ഷത്രം എന്നീന്ന് പറയുന്നുണ്ട്. ഞാൻ പോയത് കൊണ്ട് അമ്മ അടുക്കളയിൽ കയറിയെന്ന് ഞാൻ കരുതിയത്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അടുക്കളയിൽ കയറണമെന്ന് പറഞ്ഞ് നന്നായി. ഇവിടെ എന്തുമാത്രം ജോലി ഉണ്ടെന്നും ഞാൻ എന്തോരം ചെയ്യുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാ ഞാൻ പോയത്. മുത്തശ്ശിനും അതിന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഇവിടെ എല്ലാരും പഠിച്ചു മോളെ. പിന്നെ മോക്കൊരു കാര്യം അറിയണോ, മോളുടെ ഭർത്താവുണ്ടല്ലോ ആദർശ് സമ്മതിച്ചു തരില്ല. എങ്കിലും ഞാൻ പറയാ, 2 ദിവസം നിന്റെ ഭർത്താവ് ഉറങ്ങിയിട്ട് കൂടിയില്ല. രാത്രിയിൽ ഞാൻ അതിലേ നടന്നപ്പോ ഞാൻ കണ്ടതാ മോനെ എഴുന്നേറ്റിരിക്കുന്നേ. എന്താ മോനെ ഇപ്പൊ എഴുന്നേറ്റ് എന്ന് ചോദിക്കുമ്പോ പറയാ, ഒന്നുമില്ല അമ്മേ, ചുമ്മാ ബോറടിച്ചതാന്ന്. 2 ദിവസം നിന്റെ ഭർത്താവ് ഉറങ്ങിയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണെന്ന് പറയുമ്പോൾ അതേ മോളെ സത്യ, നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാ മുത്തശ്ശനും പോലും പറയാതെ മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ അവൻ വന്നേന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഹാളിലേക്ക് ചെല്ലുമ്പം ആദർശ് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നതായിരിക്കും. ആ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് നയന വന്ന സന്തോഷത്തില് ആദർശിങ്ങനെ വെച്ച് ഡാൻസ് കളിക്കാണ്. ഇതും കണ്ടോണ്ട് നയന അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ആവശ്യട്ടാ ഭയങ്കര ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഡാൻസോ, ഞാൻ എക്സസൈസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ടെന്ന് പറയാണ്. അല്ല ആദർശേട്ടൻ 2 ദിവസം ഉറങ്ങിയില്ലാന്ന് എന്റെ അമ്മ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്തിനാ ആദർശേട്ടാ ഉള്ള കാര്യമൊക്കെ തുറന്നു പറയാൻ മടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനൊന്നും തുറന്നു പറയാൻ മടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്, ഞാൻ നല്ല സന്തോഷമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞേ, മുത്തശ്ശനും പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവരാന്, നിങ്ങൾ കള്ളത്തല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അതെ എനിക്ക് വേണ്ടിയേ കൊണ്ടുവന്ന് പറയുമ്പോൾ അല്ല മുത്തശ്ശി വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഉരുണ്ട് കളിക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പോലീസുകാരൻ ആദർശിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പറയാണ്, ആദർശ് അന്ന് താൻ പറഞ്ഞില്ലേ ആ നിർമ്മലിന്റെ കാര്യം, അവനൊരു കൂട്ടുകാരന്റെ വീട്ടില് ഒളിച്ച് താമസിക്കുക. അവനെ എന്തായാലും ഞങ്ങൾ റൗണ്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവനെ ഞങ്ങൾ പൊക്കൂന്ന് പറയുന്നുണ്ട്. ആണോ സാറേ, വലിയ ഉപകാരം. അവനെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിലോട്ട് ആക്കിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന നദിയും വരികയാണ്. ഈ സമയത്ത് ആദർശ് അവരോട് പറയുന്നുണ്ട്, SI ഇപ്പൊ വിളിച്ചത് ആ നിർമ്മലില്ലേ അവനെ കിട്ടിയിട്ടുണ്ട്. അവനൊരു കൂട്ടുകാരന്റെ വീട്ടില് ഒളിച്ച് താമസിക്കുകയാണെന്ന്. അവിടെ പോലീസ് റൗണ്ടപ്പ് ചെയ്തു. ഇപ്പൊ തന്നെ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന അബി അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈശ്വര, നിർമ്മലിനെ എങ്ങനെ പൊക്കിയാല് എന്റെ കാര്യം പൊളിയുമല്ലോ എന്ന് അവൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയാണ്, എന്തായാലും ആദർശിട്ട എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവിടെയുള്ള ഒരാൾ തന്നെ അവന്റെ പുറകിലുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിന്റെ സംശയം അഭിനയല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് നോക്കാം, അവന്റെ മൊഴി കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നയന പറയാണ്, അല്ലെങ്കിൽ പിന്നെ അന്ന് നമ്മള് പൈസയുടെ കാര്യം പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിർമ്മല പൈസയുടെ കാര്യം പറയത്തില്ലായിരുന്നല്ലോ. അപ്പോഴേക്കും നവി പറയാണ്, അത് മാത്രമല്ല ആദർശേട്ടാ, അന്ന് അബിയ ആ ഫോട്ടോ കൊണ്ടൊക്കെ വന്നത്, അതുകൊണ്ട് എനിക്ക് അവനെ സംശയമാണെന്ന് പറയുമ്പം നിർമ്മല നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അവന്റെ കയ്യിലെ കൊടുത്തിടാൻ ശ്രമിക്കൂ, അതിൽ കാര്യമില്ലെന്ന് ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ്, എന്തായാലും ഇന്നുകൊണ്ട് സത്യം അറിയാം, അവനെ എന്തായാലും പോലീസ് റൗണ്ടപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവനെ നേരിട്ട് ചോദ്യം ചെയ്യാം. ഈ ഒരു കാര്യത്തിന് ഇന്ന് തന്നെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ.